ഒരിക്കൽ നിബിഡമായ കാട്ടിലൂടെ സഞ്ചരിക്കുകയായിരുന്നു ഭഗവാൻ മുരുകൻ. അവിടെ വെച്ച് വള്ളി എന്ന സുന്ദരിയായ പെൺകുട്ടിയെ കണ്ട ഭഗവാന് അവളെ വല്ലാതെ ഇഷ്ടമായി. വള്ളിയെ പരീക്ഷിക്കാനുറച്ച മുരുകൻ ഒരു വേടന്റെ വേഷം ധരിച്ച് അവളുടെ അടുത്തെത്തി പറഞ്ഞു, സുന്ദരിയെ, ഞാനൊരു മഹാവീരനാണ്. നിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്നെ വിവാഹം കഴിക്കാൻ നിനക്ക് സമ്മതമാണോ? എന്നാൽ ഭയന്നുപോയ വള്ളി ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു, ഞാൻ ഭഗവാൻ മുരുകനെ മാത്രമേ വിവാഹം കഴിക്കൂ. മറ്റാരെയും എനിക്ക് സ്വീകരിക്കാൻ കഴിയില്ല. എങ്കിലും വേടൻ തന്റെ പ്രണയം പ്രകടിപ്പിച്ചുകൊണ്ടേയിരുന്നു. ആ സമയം വള്ളിയുടെ സഹോദരൻ അവിടേക്ക് വരുന്നത് കണ്ട് ഭഗവാൻ തന്റെ ദിവ്യശക്തിയാൽ ഒരു മരമായി മാറി. അവിടെ എത്തിയ സഹോദരൻ സംശയത്തോടെ ചോദിച്ചു, വള്ളി, നീ ആരോടാണ് സംസാരിച്ചിരുന്നത്? ഈ മരം ഇതിനു മുമ്പ് ഇവിടെ ഇല്ലായിരുന്നല്ലോ. വള്ളി അറിയില്ലെന്ന് പറഞ്ഞെങ്കിലും സംശയം മാറാത്ത സഹോദരൻ കോടാലിയെടുത്ത് ആ മരം വെട്ടാൻ ഒരുങ്ങി. മുരുകൻ എന്തു ചെയ്യണമെന്നറിയാതെ പകച്ചുപോയ ആ നിമിഷം ഗണപതി ഭഗവാൻ ഒരു ചെറിയ ബാലനായി അവിടെ പ്രത്യക്ഷപ്പെട്ടു. അയ്യോ, ഈ മരം വെട്ടരുത്, ഇതിനും ജീവനില്ലേ എന്ന് ആ ബാലൻ നിഷ്കളങ്കമായി ചോദിച്ചു. ബാലന്റെ വാക്കുകൾ കേട്ട് മനസ്മാറിയ സഹോദരൻ തെറ്റിത്തിരുത്തി കോടാലി താഴെയിട്ടു. അവർ അവിടെ നിന്നും പോയപ്പോൾ മുരുകൻ തന്റെ യഥാർത്ഥ രൂപത്തിൽ വന്ന് തന്റെ സഹോദരനായ ഗണപതിയോട് നന്ദി പറഞ്ഞു. അതേ, സഹോദരബന്ധത്തിന്റെ കരുത്ത് അത്രമേൽ വലുതാണ്. നിങ്ങൾക്ക് ഗണപതിയെയും മുരുകനെയും ഇഷ്ടമാണെങ്കിൽ കമന്റിൽ ഓം ഗണേശായ നമ, ഓം മുരുകായ നമ എന്ന് രേഖപ്പെടുത്തൂ.